ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ എപ്പോഴത്തെ 7th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ജനുവരി 13. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് പറയുന്നത് ജനുവരി 13 ഞാൻ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നതും എൻ്റെ വിവാഹ ദിവസം തന്നെയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഡൗൺ ആയി നിന്ന സമയത്താണ് എൻ്റെ അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ ഞങ്ങൾക്ക് എത്ര ബിസി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യും. മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആനിവേഴ്സറിയും ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളെ അടുത്ത കുറച്ച് ഫ്രണ്ട്സായിട്ട് കൂടി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. 2019 ജനുവരി 13 ആയിരുന്നു ഞങ്ങളെ വിവാഹം. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പറയാൻ അറിയില്ല. ഇത്രയും കാലമായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പറ്റിക്കാൻ ആരെയൊന്നും നല്ലത് ഞാൻ 100 അല്ല, ഒരു 200% ഞാൻ ഹാപ്പിയാണ്. അതാണ് എനിക്ക് കഴിഞ്ഞു വരുന്നത്. പിന്നെ കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. എനിക്കെൻ്റെ അപ്പോട്ടെന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് മാത്രമല്ല കേട്ടോ, എനിക്കെൻ്റെ അച്ഛനും എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ടും എല്ലാം അപ്പോഴും തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളെ ഈ ആനിവേഴ്സറി കളറാക്കി തന്നത് ഞങ്ങളെ ഈ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഈ ഡെക്കറേഷൻ ചെയ്യാനാണെങ്കിലും എല്ലാ ഹെൽപ്പിങ്ങിനും എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങളിവിടെ വന്നിട്ട് 4-5 മാസമായിട്ടേ ഉള്ളൂ. എന്നാൽ കൂടെ എന്താ പറയുക, ഭയങ്കര ഒരു ആത്മബന്ധമാണ്. ഒരു 4 മാസത്തെ പരിചയം എന്നല്ല, വർഷങ്ങളോളമുള്ള പരിചയം പോലെയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. മലബാർ ദം ബിരിയാണി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും തറയിലിരുന്നൊക്കെയാണ് കഴിച്ചത്. കാരണം ഇവിടെ ആ ഒരു സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പട്ടാള ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. ആനിവേഴ്സറി, ബർത്ത്ഡേ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. ഇനിയും ഒരുപാട് കാലം എനിക്കും അപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ കഴിയണമെന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.